മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഉത്സവമാണ്. ഇത് വടകരക്കാർ ഉത്സവം എന്നാണ് പറയുന്നത്. മുണ്ടയംപറമ്പ് അമ്പലത്തിൽ ഉത്സവമാണ്. അപ്പം ഇന്ന് അൻഷുവും ചിത്തോട്ടൻ പിന്നെ വൈശാഖേട്ടൻ സുവി അവരെല്ലാവരും വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈവനിങ് ഇന്നും നാളെയും മറ്റന്നാളാണ് ഉത്സവം. അപ്പം നമ്മളിതാ സാധനമെല്ലാം വാങ്ങിക്കാൻ പോയിട്ട് ഇപ്പം വന്നത്. പോർക്കും പിന്നെ ചിക്കനെല്ലാം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട് വൈകുന്നേരത്തേക്ക്. ഇന്നത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. കുക്കറിലാണ് ചിക്കൻ പെട്ടെന്ന് തന്നെ ആവുമല്ലോ എന്ന് വെച്ചിട്ട് ഉള്ളിയെല്ലാം നല്ലോണം ഉള്ളിയെല്ലാം വാട്ടിയെടുത്തിട്ട് ചിക്കനിട്ട് വിസിലടിച്ച് കഴിഞ്ഞാൽ സെറ്റാവും. വിസിലടിച്ച് പിന്നെ നല്ലോണം ഒന്ന് അതിൻ്റെ അകത്തുനിന്ന് ആ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കുമ്പോൾ ചിക്കൻ കറി നല്ല ടേസ്റ്റി ആവും. അപ്പോൾ അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ ഞാൻ അടുപ്പത്ത് തന്നെയാണ് അധികം ആക്കൽ. അങ്ങനെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേങ്കിൽ കുക്കറിൽ പെട്ടെന്നാവണമെങ്കിൽ കുക്കറിലാണ്. അങ്ങനെ നമ്മളെ ലഞ്ചെല്ലാം കഴിഞ്ഞ് അപ്പോഴത്തേക്ക് തന്നെ ഇതാ ഈവനിങ് ആയപ്പം നമ്മൾ ലഞ്ച് കഴിക്കാൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായി. അങ്ങനെ ഇതാ ഈവനിങ് അവരെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് ഇവർ വന്നിട്ടുണ്ടായിന്. ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അൻഷുവിന്. അങ്ങനെ ഉത്സവം കൂടാനുള്ള ആ ഒരു പ്ലാനിലാണ് വരേണ്ട ഡേറ്റും പ്ലാൻ ചെയ്തത്. അങ്ങനെ വൈശാഖേട്ടനും സുവിനെയും കോണ്ടാക്ട് ചെയ്ത് അവരെല്ലാവരും പ്ലാൻ ചെയ്തിട്ട് എത്തിയതാണ്. സുവി പ്രഗ്നൻ്റാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചത് സുവി പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അങ്ങനെ ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചിലപ്പം വരില്ല എന്നാണ്. പക്ഷേങ്കിൽ അവർക്ക് ഉത്സവം കൂടെ വൈശാഖേട്ടെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഈ വടകരക്കാർ ഉത്സവം അതൊരു എല്ലാ അമ്പലത്തിൽ നിന്നും വേറെ തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഉത്സവമായതുകൊണ്ട് വൈശാഖേട്ടെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഉത്സവം. നല്ല തിരക്കാണ് ഇവിടെ. നമ്മൾ പോയിച്ച് വരാം. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. നല്ല തിരക്കുണ്ടായിന്. വടകരയിൽ നിന്നും കോഴിക്കോട് തലശ്ശേരി ആ ഭാഗത്ത് നല്ല ഇഷ്ടം പോലെ ആൾക്കാർ ഉത്സവത്തിന് വന്നിട്ടുണ്ടായി. അങ്ങനെ ഇവിടെ അമ്പലത്തിൽ കോഴിവെട്ട്, താഴേക്കാവുന്ന കോഴി വെട്ടി കൊടുക്കും. നേർച്ചയാണ് കോഴിവെട്ട് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ പറമ്പിൽ വെച്ച് കറി വെച്ചും. ഇതാണ് കോഴീനെ വെട്ടിക്കഴിഞ്ഞിട്ട് അവർ ചിക്കനെല്ലാം ആക്കി കഴിച്ച് മദ്യമെല്ലാം ഉണ്ടാവും. മദ്യമെല്ലാം കഴിച്ചിട്ട് അവർ എൻജോയ് ചെയ്യും. ഇന്നത്തെ ദിവസം ഇവരുടെ ചിൽഡ്രൻസ് ഡേ. അത്ര അങ്ങനെ ക്ലാറ്റിയിലാണ്. അങ്ങനെ ഉച്ചക്ക് ലഞ്ചിനൊന്നും ഇവർ നിന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പ്ലാൻ ചെയ്ത് അവർ വേഗം തന്നെ വീട്ടിലെത്തണം. അൻഷുവിന് പോകേണ്ട ഡേറ്റ് ആയി. രണ്ട് ദിവസമൊന്നുമില്ല, ഒരു ദിവസത്തെ ഗ്യാപ്പേ ഉള്ളൂ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ കൂടാണ്ട് അവർക്ക് വീട്ടിൽ അന്ന് നൈറ്റ് വെള്ളാട്ടെല്ലാം ഉണ്ടായിരുന്നു. മുത്തപ്പനെ വെച്ച് കൊടുക്കൽ അങ്ങനത്തെ എന്തെങ്കിലും പരിപാടിയെല്ലാം ഉണ്ടായിട്ട് അങ്ങനെ ആയിട്ടുമാണ് അവർ ഉത്സവം കൂടണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ വന്നത്. അങ്ങനെ അവർ യാത്ര പറയുമ്പോൾ നല്ല വിഷമമുണ്ടായിന്. കടയിലെന്ന് പിന്നെ അങ്ങനെ അവർ പോയി കഴിഞ്ഞേരം പിന്നെ രാത്രിയായപ്പം എല്ലാവരും വരാൻ തുടങ്ങിയത്. അന്ന് ശരിക്കും ഹർത്താലുള്ള ദിവസമാണ്. ഹർത്താലുള്ള ഡേ ആയതുകൊണ്ട് അന്ന് ദൂരത്തുനിന്ന് വരുന്ന ആൾക്കാരെല്ലാം വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ഇഷ്ടം പോലെ ആൾക്കാർ. പിന്നെ ഫുൾ ബ്ലോക്ക് ചെയ്യുന്ന റോഡ് മൊത്തം ബ്ലോക്കായിട്ട്. അങ്ങനെ ഞാനും നെറ്റിച്ചേട്ടനും നമുക്ക് ചിക്കനെല്ലാം വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായി. നമ്മൾ രാത്രി ചിക്കൻ വാങ്ങിക്കാൻ പോയി. അങ്ങനെ നൈറ്റേക്കുള്ള ഫുഡും കാര്യങ്ങളെല്ലാം സെറ്റാക്കേണ്ട പരിപാടിയാണ്. ചിക്കൻ ഇതാമ്മ കഴുകിയെല്ലാം സെറ്റാക്കി തന്ന്. സിന്ധു ആൻറ്റിയാണ് ചിക്കൻ കുക്ക് ചെയ്യുന്നത്. ഞാൻ അതിന് വേണ്ടുന്ന ഉള്ളിയും കാര്യങ്ങളെല്ലാം സെറ്റാക്കി കൊടുത്തു. അങ്ങനെ രാത്രിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് ഇഷ്ടംപോലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ അമ്മേൻ്റെ അനിയത്തിമാരും പിന്നെ കസിൻസും അങ്ങനെ എല്ലാവരും ഉണ്ടായി രാത്രിക്ക്. നിധിചേട്ടൻ്റെ സിസ്റ്റേഴ്സും ഉണ്ടായി. ഒരു അനിയത്തി തലേന്ന് അങ്ങനെ ആൻറ്റിയാണ് ചിക്കൻ കറി ഉണ്ടാക്കിയത്. അടിപൊളി ചിക്കൻ കറി ആൻറ്റി ഉണ്ടാക്കി. ആൻറ്റി അടിപൊളി കുക്കാണ്. ആൻറ്റി അടിപൊളിയായിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കും. അങ്ങനെ ആൻറ്റീനെ കൊണ്ട് ആ ചിക്കൻ കറിയെല്ലാം ഉണ്ടാക്കി. പക്ഷേ ഇവള് ഇളക്കാൻ വേണ്ടി മാത്രം വന്ന് നിൽക്കുന്നതാണ് വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട്. നമ്മളെ ചിക്കൻ ഇത് റെഡി ആയിട്ടുണ്ട്. നല്ല വരട്ടി എടുത്തിട്ടുണ്ട്.
രവേട്ട എന്നിട്ട് കയറി ഇറങ്ങി ഇങ്ങനെയാവും. നിനക്ക് അങ്ങനെ തോന്നിയ പൂജ? ഇപ്പം കണ്ടത് നമ്മളെ മൂത്തളിയനാണ്. ആക്രാന്തം പിടിച്ച് ഞങ്ങളെ കുറച്ച് സൈഡ് കൊടുക്കും. താഴത്തെ കടയിൽ നിന്ന് പോർക്കും കപ്പയും കൊണ്ടുവന്നേരോ പാർസൽ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നേരുള്ള ആവേശത്തിൽ എല്ലാവരും കൂടി കഴിക്കുന്ന സീനാണിത്. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ അന്താക്ഷരി സ്റ്റാർട്ട് ചെയ്ത് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് അന്താക്ഷരി കളിച്ച് എല്ലാവരും അടിപൊളി 4 ടീമായിട്ടാണ് ഉണ്ടായത്. 3 ടീമായിട്ടാണ് ഉണ്ടായത്. അത് ഒന്നിനൊന്ന് മെച്ചായി. എല്ലാവരും സ്പോട്ടിൽ പാട്ട് പാടിയിട്ടുണ്ടായി. അങ്ങനെ ഇതാ നമ്മുടെ ഉത്സവത്തിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നമ്മളങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിലെല്ലാം പോയി. അവിടെ തെയ്യമുണ്ട്. അന്നത്തെ ദിവസം ലാസ്റ്റ് ദിവസമാണ് തെയ്യം ഉള്ളത്. അങ്ങനെ തെയ്യത്തിനെല്ലാം കാണാൻ ഞാനും നിത്യചാട്ടം പോയി നിന്ന്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിന്. ലാസ്റ്റത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ കൂടാണ്ട് തെയ്യമുള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിന്. നല്ല തിരക്കുണ്ടായിന്. അതുകൊണ്ട് ദൂരെ ഇങ്ങനെ നിന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ. അടുത്തൊന്നും പോയി കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ താഴേക്കാവ് ഇതാണ്. ഇവിടെ നിന്നാണ് നേർച്ച കഴിപ്പിക്കുന്നത്. കോഴീനെ വെട്ടിയിട്ട് നേർച്ച കഴിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ്. ലാസ്റ്റത്തെ ദിവസം ഇഷ്ടംപോലെ ആൾക്കാർ നേർച്ച കഴിപ്പിച്ചിട്ട് ഇതിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭക്ഷണമെല്ലാം പൊങ്കാലി ഇടുന്ന പോലെ തന്നെ ഇവർ ചിക്കൻ കറിയെല്ലാം ആക്കി ആഘോഷിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഉത്സവം വ്ളോഗ് അവസാനിച്ചിരിക്കുന്നു. ഈ ഒരു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നത് ടാറ്റ ബൈ ബൈ, സീ യു.